സീലിംഗ് ഫാൻ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള 2 ബോക്സസാണ് ഉണ്ടാവുക. ഒരു ബോക്സിൽ അതിൻ്റെ മെയിൻ മോട്ടർ കാര്യങ്ങളൊക്കെ വരും. ഇതാണ് മെയിൻ മോട്ടറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയായിട്ട് ഇവിടെ 2 ക്യാപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ റോഡ് വരുന്നുണ്ട്. അതുപോലെ സേഫ്റ്റി കേബിൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ ബ്ലേഡ്, ഇപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചത് 3 ബ്ലേഡുള്ള ഡിവൈസാണ്. അതുപോലെ തന്നെ 3-4 ബ്ലേഡൊക്കെ വരും. ഇവിടെയുള്ളത് 3 ബ്ലേഡ്സാണ്. അപ്പം 6 സ്ക്രൂസാണ് ഇവിടെ ഉണ്ടാവുക. അടുത്തടുത്ത് വരുന്ന 6 സ്ക്രൂസ് നമ്മൾ റിമൂവ് ചെയ്യുക. സിംഗിളായിട്ട് വരുന്ന സ്ക്രൂസ് റിമൂവ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് മോട്ടറിൻ്റെ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ടോട്ടൽ 6 സ്ക്രൂസ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അടുത്തടുത്തുള്ള സ്ക്രൂസ് മാത്രം റിമൂവ് ചെയ്യുക. ആ സിംഗിളായിട്ടുള്ളത് റിമൂവ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പം ബ്ലേഡ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പോർഷൻ താഴോട്ട് എന്നുള്ള രീതിയിൽ, അതായത് ബെൻഡുള്ള വശം താഴോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഡിസൈനുള്ള ഒരു പോർഷൻ താഴോട്ട് എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്യണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. 6 സ്ക്രൂസാണ് വരിക. അപ്പോൾ അതിൽ 3 ബ്ലേഡിന് 6 സ്ക്രൂസ് എന്നുള്ള രീതിയിൽ വിത്ത് വാഷറാണ് ഈ സ്ക്രൂസ് വരിക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വാഷർ ഇട്ടതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് നോർമൽ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട്. ഇപ്പോൾ ഇവിടെ 3 ബ്ലേഡ്സ് 6 സ്ക്രൂസ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സ്ക്രൂസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കപ്പാസിറ്റർ ഫിക്സ് ചെയ്യുന്ന ഒരു പോർഷനാണ്. അതിന് വേണ്ടിയുള്ള സ്ക്രൂ ആണ്. അപ്പോൾ കപ്പാസിറ്റർ ഇത് ഈ രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ കപ്പാസിറ്റർ തന്നെയാണ് നമ്മൾ മെയിൻ ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ട ആ ഒരു സ്ക്രൂസും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ റോഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു റോഡിൻ്റെ താഴത്തെ പോർഷനിൽ ചെറിയൊരു കട്ട് കാണും നീളത്തിൽ. അപ്പോൾ ആ ഒരു പോർഷൻ താഴോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്യുക. ഇതുപോലെ വാഷർ വിത്ത് നെട്ടും ബോൾട്ടാണ് വരിക. 2 വശങ്ങളിലും വാഷേഴ്സ് ഉണ്ടാവും. അപ്പോൾ 2 വശങ്ങളിലും വാഷേഴ്സ് ഇടുക. അതിന് ശേഷം ഇവിടെ 2 നെട്ട് വരുന്നുണ്ട്. അത് സേഫ്റ്റി ആയിട്ട് വരുന്നതാണ്, അഡീഷണൽ സേഫ്റ്റി. അപ്പോൾ 2 നെട്ടും ഒന്നിട്ടതിന് ശേഷം രണ്ടാമത്തെ ഇടുക. അതിന് ശേഷമാണ് നമ്മൾ സേഫ്റ്റി പിന്ന്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിന്നാണ്. അഥവാ ആ ഒരു നെട്ടും ബോൾട്ടും ലൂസായി കഴിഞ്ഞാൽ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി പിന്നാണ് അത്. ഇത് ജസ്റ്റ് ഇറക്കി വെക്കുക. അതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഊരാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് ബെൻഡാക്കി കൊടുക്കുക. അതിനുശേഷം 2 കപ്പ് വരുന്നുണ്ട്. താഴത്തെ കപ്പാസിറ്ററിനും അതുപോലെ തന്നെ മുകളിലത്തെ ഹുക്കിലുള്ള ആ ഒരു പോർഷൻ ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാണ്. അപ്പോൾ ഈ ഒരു കപ്പ് ഇട്ടതിന് ശേഷം ഇവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിൽ പൂർണ്ണമായിട്ടും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇലക്ട്രിസിറ്റി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. ഇതുപോലെ നമ്മളെ ഹുക്കിന് ക്ലാമ്പ് ഫിക്സ് ചെയ്യുക. ആ റബ്ബറിൻ്റെ പോർഷൻ മുകളിൽ നല്ല രീതിയിൽ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫാനും താഴെ വെച്ചിട്ട് അതിൻ്റെ നെട്ടും ബോൾട്ടും ഇട്ട് കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സേഫ്റ്റി പിന്ന് 2 മുകളിലും താഴെയും സേഫ്റ്റി പിന്ന് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു നെട്ടും ബോൾട്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. 2 നെട്ട് വരുന്നുണ്ട്. 2 നെട്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ സേഫ്റ്റി പിന്ന്. ഈ ഒരു രീതിയിൽ 2 വശങ്ങളിലോട്ട് ബെൻഡാക്കി വെക്കണം. ഈ സേഫ്റ്റി പിൻ ഇല്ലെങ്കിൽ വേറെ വല്ല ഡിവൈസും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി മുകളിൽ വയറ് എത്താത്തതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു 2 ഹോളിലോട്ടാണ് അവിടെ സ്ക്രൂസ് വരുന്നുണ്ട് കപ്പാസിറ്ററിൻ്റെ അവിടെ. അപ്പോൾ നമ്മൾ കറക്റ്റ് നീളത്തിന് കണക്കായിട്ട് 2 വയേഴ്സ് എടുക്കുക. ഈ ഒരു രീതിയിൽ അതിൻ്റെ മുകൾ വശത്ത്, ആ പൈപ്പിൻ്റെ മുകൾ വശത്തോട്ട് എത്തണം. അതായത് ഹുക്കിൻ്റെ അവിടുന്ന് ഇലക്ട്രിസിറ്റി പവർ സപ്ലൈ അടുക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ 2 വയേഴ്സ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല ലാഡറും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ വെച്ചിട്ടും ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള ഒരു ഇലക്ട്രിസിറ്റി പവർ സപ്ലൈ, അതായത് മുകളിൽ ഹുക്കിൻ്റെ അവിടത്തേക്ക് എത്തണം. ആ പൈപ്പിൻ്റെ ഉള്ളിലോട്ട് കൂടി മുകളിലോട്ട് വരും. അപ്പോൾ ഈ 2 വയേഴ്സാണ് വരിക. ഇവിടെയുള്ള ആ ഒരു എൻഡും താഴെയുള്ള ഒരു എൻഡും കറക്റ്റ് ലെങ്ത്തിന് കണക്കായിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ വയേഴ്സ് മുകളിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന 2 സ്ക്രൂസാണ്, അത് 2 റിമൂവ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും.
2 സ്ക്രൂസ് അതുപോലെ ഫിക്സ് ചെയ്യുക. താഴെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ മുകളിലുള്ളത് ഇലക്ട്രിസിറ്റി പവർ സപ്ലൈയിലോട്ട് കൊടുക്കുകയാണ്. പവർ സപ്ലൈ പൂർണ്ണമായിട്ടും ഓഫ് ചെയ്യുക. അതിനുശേഷം ഇവിടെ 2 കണക്ഷനും ജോയിൻറ്റ് ചെയ്യുക. ഇൻസുലേഷൻ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കപ്പ് മുകളിലെയും താഴെയുള്ളയും കപ്പ് വയസ്സും കാര്യങ്ങളൊക്കെ ഉള്ളിലിട്ടതിന് ശേഷം മുകളിലോട്ട് ഫിക്സ് ചെയ്യുക, താഴോട്ട് ഫിക്സ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. താങ്ക് യു സോ മച്ച്.